വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന് ശേഷം 34 വർഷങ്ങൾ കഴിഞ്ഞ് 1260 ഫ്രാൻസിസ്കൻ സഭ നർബോണിൽ ഒരു ജനറൽ ചാപ്റ്റർ നടത്തി. ആ സമയത്ത് സഭയുടെ മിനിസ്റ്റർ ജനറൽ ആയിരുന്നത് പിന്നീട് സഭയുടെ സെറാഫിക് ഡോക്ടർ എന്നറിയപ്പെട്ട വിശുദ്ധ ബൊനവെഞ്ചൂര ആയിരുന്നു. ആ ജനറൽ ചാപ്റ്ററിൽ സഭയുടെ പ്രിയപ്പെട്ട സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഒരു പുതിയ ജീവചരിത്രം എഴുതണമെന്ന് സഹോദരന്മാർ വിശുദ്ധ ബൊനവെഞ്ചൂറിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ കൃതി പൂർത്തിയാക്കി. 1263 പിസയിൽ നടന്ന ജനറൽ ചാപ്റ്ററിൽ സഹോദരന്മാർക്ക് മുൻപിൽ ഔപചാരികമായി ആ പുസ്തകം സമർപ്പിച്ചു. വിശുദ്ധ ബൊനവെഞ്ചൂറ തന്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ആരംഭിക്കുന്നു: അസീസി നഗരത്തിൽ ഫ്രാൻസിസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ ഓർമ്മ അനുഗ്രഹീതമാണ്. 1226 വിശുദ്ധ ഫ്രാൻസിസ് മരിക്കുമ്പോൾ വിശുദ്ധ ബൊനവെഞ്ചൂറയ്ക്ക് വെറും 5 വയസ്സ് മാത്രമായിരുന്നു. ഫ്രാൻസിസിന്റെ മരണത്തിന് 17 വർഷങ്ങൾക്ക് ശേഷമാണ് 1243 അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ബൊനവെഞ്ചൂറോ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നത്. എന്നിരുന്നാലും ബൊനവെഞ്ചൂറോ വിശുദ്ധ ഫ്രാൻസിസിനെ വളരെ നന്നായി അറിയുന്നവനായി മാറി. വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള നിരവധി പ്രഭാഷണങ്ങൾ അദ്ദേഹം കേട്ടു. ഫ്രാൻസിസ്കൻ നിയമം പഠിച്ചു. അദ്ദേഹത്തിന്റെ സഹചാരികളിൽ നിന്ന് കഥകൾ കേട്ടു. അവരുമായി സംസാരിക്കുകയും ഫ്രാൻസിസ് താമസിച്ചിരുന്ന ഏകാന്ത വാസകേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അതിലുപരി ആ ദരിദ്രനും വിനീതനുമായ മനുഷ്യൻ തന്റെ കാലത്തെ ജനങ്ങളിലുണ്ടാക്കിയ വലിയ സ്വാധീനം അദ്ദേഹം സ്വന്തം കണ്ണാൽ കണ്ടു. ഇതുകൊണ്ടാകാം അവന്റെ ഓർമ്മ അനുഗ്രഹീതമാണ് എന്ന വാക്കുകൾ എഴുതുവാൻ ബൊനവെഞ്ചൂരയെ പ്രേരിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഓർമ്മ അനുഗ്രഹീതമെന്ന് വിളിക്കപ്പെട്ടത്? ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നു, പ്രചോദനം പ്രാപിക്കുന്നു, ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ദാരിദ്ര്യവും ജീവിതലാളിത്യവും നിറഞ്ഞ ആ മനുഷ്യൻ ഒരു രാജ്യം മാത്രമല്ല, ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുവാൻ കഴിവുള്ള കരിസ്മ ഉള്ളവനായി മാറി. ഇന്നും ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് ശേഷവും വിശുദ്ധ ഫ്രാൻസിസ് സഭയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളായി തുടരുന്നു. അവന്റെ ഓർമ്മ ഇന്നും ഹൃദയങ്ങളെ ഉണർത്തുന്നു, ആത്മാർത്ഥത വളർത്തുന്നു, പ്രത്യാശ നൽകുന്നു, വിശുദ്ധിയിലേക്കുള്ള ഒരു വഴികാട്ടിയായി നമുക്ക് മുൻപിൽ നിലകൊള്ളുന്നു. സഭയുടെ സെറാഫിക് ഡോക്ടറായ വിശുദ്ധ ബൊനവെഞ്ചൂറോ ഫ്രാൻസിസിനെ നേരിട്ട് പരിചയപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ആഴത്തിൽ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെയും ആദ്യ അനുയായികളുടെ അനുഭവങ്ങളിലൂടെയും അദ്ദേഹം ഫ്രാൻസിസിനെ തിരിച്ചറിഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് ആദ്യ അനുയായികളുടെ ഹൃദയങ്ങളിൽ ഒരു അനുഗ്രഹീത ഓർമ്മ നൽകി കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ഇതുപോലെ അനുഗ്രഹീതമായ ഓർമ്മകൾ നൽകി കടന്നു പോകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ തപസ്സുകാലം നമ്മളെ അറിയുന്നവർക്കും ഇനി നാം കാണാനിടയുള്ളവർക്കും നല്ല ഓർമ്മകൾ നൽകി പ്രചോദനം നൽകി കടന്നു പോകുന്നവരായി നമുക്ക് മാറാം. അതിനായി ഈ തപസ്സുകാലത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥനോടൊപ്പം ആത്മദാഹം തീർക്കുമീ നോമ്പുകാലം ആത്മനോമ്പുമായാണെന്നിടാരാജ്ഞനാഥനെ പുൽക്കിടാ